Hi, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത എൻ്റെ പുതിയ മോട്ടോർസൈക്കിളാണിത്. ട്രയംഫ് സ്ക്രാംബ്ലർ 400X. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വണ്ടി ചൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. മുമ്പ് ഹിമാലയൻ യൂസ് ചെയ്തുകൊണ്ടെന്നായിരിക്കണം ഇപ്പോഴും കുറച്ച് പേരെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ADV 390 ആണോ, ഹിമാലയൻ 450 ആണോ, അതോ ഈ സ്ക്രാംബ്ലർ ഞാനിപ്പോൾ ചൂസ് ചെയ്ത സ്ക്രാംബ്ലർ ആണോ നല്ലത് എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത് ഹിമാലയൻ 450 ആയിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന റൈഡിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ സ്പീഡ് 400 ഓട്ടിക്കുന്ന ഒരു ചാൻസ് കിട്ടി. അന്ന് അവിടെ മുതലാണ് ഞാൻ ഇങ്ങനൊരു വണ്ടി മാർക്കറ്റിൽ ആ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഹിമാലയൻ 450 ക്യാൻസൽ ചെയ്ത് സ്ക്രാംബ്ലറിലേക്ക് വന്നതിനുള്ളതിന് ഉത്തരം പറയാം. ആക്ച്വലി ആ എൻജിൻ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 2-3 ഷോറൂമിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ എൻജിൻസിൽ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് ആവാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ റൈഡ് ബൈ വയർ ടെക്നോളജി കുറച്ച് ലാഗിങ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. എന്നിരുന്നാൽ പോലും ആ സെഗ്മെൻറ്റിൽ പ്രൈസ് റേഞ്ചിൽ വേറെ വണ്ടിയൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ADV 390 അഫോർഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഹിമാലയൻ 450ലേക്ക് തന്നെ പോകാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഓവറോൾ ലുക്കും ഡിസൈനും പില്യൻ കംഫോർട്ട് ആണെങ്കിലും സ്പേസ് ആണെങ്കിലും ഹിമാലയൻ 450യിലായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ എൻജിൻ റിഫൈൻമെൻ്റ് ആണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ മാത്രം കാരണം ഇനിയും ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരുപാട് എൻജിൻ റിഫൈൻമെൻറ്റ് പ്രോബ്ലമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലെ എൻജിൻ റിഫൈൻമെൻറ്റ് മാത്രം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാനുള്ള റീസൺ. പൊതുവെ ഫീച്ചേഴ്സിനേക്കാളും നമുക്ക് വേണ്ടത് എൻജിൻ റിഫൈൻമെൻറ്റും റൈഡ് ക്വാളിറ്റിയും ഡ്രൈവ് ഫീലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാൻ കാരണം.